അച്യുതൻ കൂടി മറ്റ് വിശദാംശങ്ങളുമായുണ്ട്. അച്യുതൻ, ഇപ്പോൾ അതിർത്തിയിലൊക്കെ കനത്ത ജാഗ്രത തുടരുകയാണ്. അവിടെ വെടിനിർത്തൽ കരാർ ലംഘനം അത് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ സലാമാബാദിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മളുടെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കണ്ടത്. ഇപ്പോൾ കൂടുതൽ ഏത് തരത്തിലേക്ക് അവിടെ ജാഗ്രതയുണ്ട്? 400-ലേറെ വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജമ്മുകശ്മീരിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമൊക്കെ നിർത്തിവച്ചിരിക്കുന്നു. ആ തരത്തിലേക്ക് എങ്ങനെയാണ് ജാഗ്രത? അനുജ, ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാവിലെ മുതലാണ് ഈ ഷെല്ലാക്രമണം ആരംഭിക്കുന്നത്. നിരവധി സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് ആ ഹീനമായ ആക്രമണം ഉണ്ടായി. അതിനുശേഷം നിലവിൽ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BSFന്റെ DG വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. നിലവിലെ അതിർത്തിയിലെ സാഹചര്യം, സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മുന്നോട്ട് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ സേനാ വിന്യാസത്തിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്ന മുറയ്ക്ക് ആ മേഖലയിലെല്ലാം സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ളത് ഏർപ്പെടുത്തുമെന്ന കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഈ വിമാനത്താവളങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 27 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതാണ്ട് 400-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. പല വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനങ്ങൾ വ്യോമസേന ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് രാജ്യം അത്തരത്തിലൊരു തയ്യാറെടുപ്പ് നടത്തുന്നത്. അത് പ്രധാനമായും ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അവിടെ അത് വ്യോമസേന ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും തിരിച്ചടിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ മുൻപിലുള്ളത്. അത് ഇന്നലെ കരസേനാ മേധാവി മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് കൂടി ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രകോപനമുണ്ടായാൽ ഒരു ഉത്തരവിനും കാത്തിരിക്കേണ്ടതില്ല, ഒരു താമസത്തിൻ്റെയും കാര്യമില്ല.